പിതാവേ, അന്ത്യകാല നിമിഷങ്ങളിൽ അവിടുത്തെ വചനം ധ്യാനിച്ച് ഹൃദയപരമാർത്ഥതയോടെ പശ്ചാത്തപിച്ച് അവിടുത്തെ വഴികളിൽ ചരിക്കുവാൻ അടിയങ്ങളെ അനുവദിക്കണമേ. ഈ ദിവസത്തിനും ഞങ്ങളുടെ ജീവനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ ദാനങ്ങൾക്കും അടിയങ്ങൾ നന്ദി പറയുന്നു നാഥ. അവിടുത്തെ അനന്തമായ കരുണയ്ക്കും പാപമോചനത്തിനും നന്ദി ദൈവമേ. വെളിപാടിൻ്റെ വചനങ്ങൾ ഞങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങൾക്ക് ജ്ഞാനവും ഉൾക്കാഴ്ചകളും പ്രദാനം ചെയ്യണമേ. അവിടുത്തെ വചനത്തിനായി അടിയങ്ങൾ കാതോർക്കുന്നു. ഞങ്ങളിൽ വന്നു നിറയണമേ. വിശുദ്ധ യോഹന്നാന് ലഭിച്ച വെളിപാട് അധ്യായം 1. ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിനു വേണ്ടി ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപാട്. അവൻ തൻ്റെ ദൂതനെ അയച്ച് ദാസനായ യോഹന്നാന് ഇത് വെളിപ്പെടുത്തി. അവൻ ദൈവവചനത്തിനും യേശുക്രിസ്തുവിൻ്റെ വെളിപാടിനും താൻ കണ്ട സകലത്തിനും സാക്ഷ്യം നൽകി. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. എന്നാൽ സമയം അടുത്തിരിക്കുന്നു. അഭിവാദനം. യോഹന്നാൻ ഏഷ്യയിലുള്ള 7 സഭകൾക്ക് എഴുതുന്നത്. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായവനിൽ നിന്നും അവൻ്റെ സിംഹാസന സന്നിധിയിലെ സപ്താത്മാക്കളിൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. ഇതാ, അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആകുന്നു. ഓരോ മിഴിയും അവിടുത്തെ കാണും. അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും അവനെ ദർശിക്കും. ആമേൻ. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്. മനുഷ്യപുത്രൻ്റെ ദർശനം. നിങ്ങളുടെ സഹോദരനും പീഡകളിലും രാജ്യത്തിലും ക്ഷമാപൂർവമായ സഹനത്തിലും യേശുവിൽ നിങ്ങളോടൊപ്പം പങ്കുചേർന്നവനുമായ യോഹന്നാനായ ഞാൻ ദൈവവചനത്തെയും യേശുവിനെക്കുറിച്ച് നൽകിയ സാക്ഷ്യത്തെയും പ്രതി പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹളത്തിൻ്റേതുപോലുള്ള ഒരു വലിയ സ്വരം എൻ്റെ പിറകിൽ നിന്ന് കേട്ടു. നീ കാണുന്നത് ഒരു ഗ്രന്ഥത്തിലെഴുതി എഫെസോസ്, സ്മിർണ, പെർഗാമോസ്, തിയത്തീറ, സാർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ എന്നീ 7 സ്ഥലങ്ങളിലെ സഭകൾക്കും അയച്ചു കൊടുക്കുക. എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യനെ പുത്രനെ പോലുള്ള ഒരുവൻ. അവന് പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി, മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച. അവൻ്റെ ശിരസും മുടിയുമാകട്ടെ വെൺമഞ്ഞ് പോലെയും വെൺകമ്പിളി പോലെയും ധവളം. നയനങ്ങൾ തീജ്വാല പോലെ, പാദങ്ങൾ ചൂളയിൽ ഉരുകിയ പിച്ചള പോലെ. സ്വരം പെരുവെള്ളത്തിൻ്റേതുപോലെയും. അവൻ്റെ വലതു കൈയിൽ 7 നക്ഷത്രങ്ങൾ. വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ് തലവാൾ. വദനം പൂർണ്ണശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ. അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ വലതു കൈ എൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്തവും. ജീവിക്കുന്നവനും ഞാൻ മരിച്ചവനായിരുന്നു. എന്നാൽ ഇതാ, ഞാൻ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളവയും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയുമായി നീ ദർശനത്തിൽ കാണുന്ന സകലതും രേഖപ്പെടുത്തുക. എൻ്റെ വലതു കൈയിൽ നീ കാണുന്ന 7 നക്ഷത്രങ്ങളുടെയും 7 സ്വർണ്ണ ദീപപീഠങ്ങളുടെയും രഹസ്യം ഇതാണ്. 7 നക്ഷത്രങ്ങൾ 7 സഭകളുടെ ദൂതന്മാരുടെയും 7 ദീപപീഠങ്ങൾ 7 സഭകളുടെയും പ്രാതിനിധ്യം വഹിക്കുന്നു. ദൈവജനമേ, വിശുദ്ധ ഗ്രന്ഥത്തിലെ വെളിപാട് പുസ്തകം 1-ാം അധ്യായം നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മഹത്വപൂർണ്ണമായ ദർശനങ്ങളാൽ സമ്പുഷ്ടമാണ്. വിശുദ്ധ യോഹന്നാനിലൂടെ നമുക്ക് നൽകപ്പെട്ട ഈ വെളിപാടുകൾ അവിടുത്തെ പരമാധികാരത്തെയും സഭയോടുള്ള അവിടുത്തെ അദൃശ്യമായ സാന്നിധ്യത്തെയും വ്യക്തമാക്കുന്നു. സപ്തദീപസ്തംഭങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്ന ക്രിസ്തുവിൻ്റെ ചിത്രം പീഡനങ്ങളാൽ ഉലയുന്ന ആദിമസഭയ്ക്ക് നൽകിയ വലിയൊരു പ്രത്യാശയുടെ സന്ദേശമായിരുന്നു. അവിടുത്തെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നതും കണ്ണുകൾ അഗ്നിജ്വാലകൾക്ക് സമാനമായതും
അവിടുത്തെ ദൈവികതയെയും നീതി നിർവഹണത്തിനുള്ള അധികാരത്തെയും വിളിച്ചോതുന്നു. ഈ ദർശനങ്ങൾ വെറും ഭാവനകളായിരുന്നില്ല, മറിച്ച് സഭയുടെ പ്രയാണത്തിൽ സഭയ്ക്ക് വഴികാട്ടിയായ ദൈവിക സത്യങ്ങളായിരുന്നു. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ അനുഭവിച്ച ഈ ദർശനങ്ങൾ കാലാതീതമായി ഓരോ ക്രൈസ്തവ സമൂഹത്തോടും സംസാരിക്കുന്നവയാണ്. ഇപ്പോൾ ഈ നിമിഷം നമ്മോട് ഓരോരുത്തരോടും. ഈ അധ്യായം നൽകുന്ന പ്രധാന ഉൾക്കാഴ്ച എല്ലാ കഷ്ടപ്പാടുകൾക്കും മധ്യേ ക്രിസ്തു തൻ്റെ സഭയോടൊപ്പം ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. കർത്താവ് ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്ത്യവും. സകലത്തിനു മുകളിൽ ഉയർത്തെഴുന്നേറ്റവനാണ് നമ്മുടെ കർത്താവ്. ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളരാതിരിക്കാൻ നമ്മെ സഹായിക്കുന്നു. വെളിപാട് പുസ്തകം ഒരു ഭയപ്പെടുത്തുന്ന ഗ്രന്ഥമായി പലരും കാണാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അത് വിശ്വാസികൾക്ക് ആശ്വാസം നൽകുന്ന ഒന്നാണ്. എന്തുകൊണ്ടെന്നാൽ ചരിത്രത്തിൻ്റെ അന്തിമ വിധി മനുഷ്യൻ്റെ കൈകളിലല്ല, സർവശക്തനായ ദൈവത്തിൻ്റെ കൈകളിലാണെന്ന് അത് ഓർമ്മിപ്പിക്കുന്നു. സഭയെ തൻ്റെ മണവാട്ടിയായി കാണുന്ന ക്രിസ്തു അവരുടെ വിശുദ്ധിയിൽ ശ്രദ്ധാലുവാണ്. അതിനാൽ നാം നേരിടുന്ന ഏത് പ്രതിസന്ധിയിലും അവിടുത്തെ സാന്നിധ്യം നമുക്ക് ശക്തി പകരുന്നു. ഈ തിരുവചന ഭാഗത്തിൽ നിന്നും നാം പഠിക്കേണ്ട പ്രധാന പാഠം നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു നിരന്തരമായ ജാഗ്രത നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നു എന്നതാണ്. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളും തിന്മയുടെ ശക്തികളും സഭയെ പലപ്പോഴും പരീക്ഷിച്ചു കൊണ്ടിരിക്കും. എന്നാൽ 7 സഭകൾക്ക് നൽകിയ സന്ദേശങ്ങൾ പോലെ ഓരോരുത്തരും തൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം പ്രാപിക്കുമെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. പാപത്തെ അതിജീവിക്കുവാനും വിശുദ്ധിയിൽ നിലനിൽക്കുവാനും നാം പരിശ്രമിക്കണം. കർത്താവിൻ്റെ ശബ്ദം കേട്ട് തിരിയുന്ന യോഹന്നാനെ പോലെ നാമും അവിടുത്തെ വിളിക്ക് കാതോർക്കണം. ലോകത്തിൻ്റെ അന്ധകാരത്തിൽ പ്രകാശിക്കുന്ന ദീപസ്തംഭങ്ങളായിരിക്കാൻ ഓരോ വിശ്വാസിയും നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ വിളിയോട് വിശ്വസ്തത പുലർത്തുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ. ഈ വെളിപാടുകൾ ഇന്നത്തെ ലോകത്തിന് വളരെ പ്രസക്തവുമാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ആധുനികതയുടെ അതിപ്രസരവും മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുന്നു. നൈമിഷികമായ സുഖങ്ങൾക്കും ലൗകികമായ നേട്ടങ്ങൾക്കും പിന്നാലെ പായുന്ന ഒരു സമൂഹത്തെയാണ് നാം കാണുന്നത്. എന്നാൽ വെളിപാട് 1-ാം അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ലോകം നശ്വരമാണെന്നും കർത്താവായ യേശു മാത്രമാണ് ശാശ്വതമായ സത്യം എന്നും ആണ്. അവിടുന്ന് ജീവിക്കുന്നവനും മരിച്ചവനുമായിരുന്നു. ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. ഈ തിരിച്ചറിവ് നാം നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളെ പുനർനിർവചിക്കാൻ സഹായിക്കുന്നു. തിന്മയുടെ ശക്തികൾ പ്രബലപ്പെടുന്നതായി തോന്നുമ്പോഴും അന്തിമ വിജയം ക്രിസ്തുവിനാണെന്ന സത്യം നമുക്ക് ധൈര്യം നൽകുന്നു. ഈ പുതിയ നിയമ വെളിപാടുകൾ പഴയ നിയമ പ്രവചനങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദാനിയേലിൻ്റെ പുസ്തകത്തിലെ മനുഷ്യപുത്രനെക്കുറിച്ചുള്ള ദർശനങ്ങളുമായി വെളിപാടിലെ ക്രിസ്തുവിൻ്റെ ദർശനത്തിന് വലിയ സാമ്യമുണ്ട്. യോഹന്നാൻ കാണുന്ന മഹിമയേറിയ ക്രിസ്തു പഴയ നിയമ പ്രവാചകന്മാർ ദർശിച്ച അതേ ദൈവപുത്രനാണ്. അവനെ കുത്തി മുറിവേൽപ്പിച്ചവർ അവനെ നോക്കും എന്ന പ്രവചനവും ഇവിടെ നിറവേറുന്നു. പഴയ നിയമത്തിലെ യാഗങ്ങളും ശുശ്രൂഷകളുമെല്ലാം ഈ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നു. അങ്ങനെ പഴയതും പുതിയതുമായ നിയമങ്ങൾ ഒരുമിച്ച് ചേർന്ന് ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണമായ രക്ഷാകര പദ്ധതിയെ വെളിപ്പെടുത്തുന്നു. ഈ തിരുവചന ഭാഗത്തിൻ്റെ ഏറ്റവും വലിയ പൂർണ്ണത നമ്മുടെ കർത്താവായ യേശുവിൽ തന്നെയാണ് നാം കാണുന്നത്. അവൻ നമ്മെ സ്നേഹിക്കുകയും തൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുകയും ചെയ്തവനാണ്. അവൻ നമ്മെ ദൈവത്തിന് പുരോഹിതരും രാജ്യവുമാക്കിയിരിക്കുന്നു. ഈ മഹത്തായ സത്യം കർത്താവിൻ്റെ 2-ാം വരവിനായി ഒരുങ്ങുവാനുള്ള ആഹ്വാനമാണ്. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഈ വരവിനായി നാം ആത്മീയമായി തയ്യാറെടുക്കണം. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊണ്ട് വിശുദ്ധിയിലും നീതിയിലും ജീവിച്ചുകൊണ്ട് ഉണർവോടെയും പ്രാർത്ഥനയോടെയും കാത്തിരിക്കാം. അവിടുത്തെ വരവ് അപ്രതീക്ഷിതമായിരിക്കും. അതിനാൽ നാം എപ്പോഴും സജ്ജരായിരിക്കണം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്തുവിൻ്റെ മഹത്വം നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. അവിടുത്തെ സ്നേഹം നമ്മെ മുന്നോട്ട് നയിക്കട്ടെ. എല്ലാ ഭയങ്ങളെയും അതിജീവിച്ച് നമുക്ക് ധൈര്യത്തോടെ മുന്നേറാം. കർത്താവായ യേശുവേ, വേഗം വരണമേ. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ സ്നേഹ സന്ദേശം പങ്കുവെച്ച് സുവിശേഷ വേലയിൽ പങ്കാളികളാകുവാൻ കർത്തൃനാമത്തിൽ സഹോദര സഹോദരി നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കട്ടെ.